13 ദിവസം നീണ്ട ആക്രമണത്തിനൊടുവിൽ പശ്ചിമേഷ്യ ഇപ്പോൾ ശാന്തമാണ്. അമേരിക്കയുടെ ആക്രമണമോ ഇറാന്റെ തിരിച്ചടിയോ ഇല്ലാത്ത രാത്രികളും പകലുമാണ് ഈ പശ്ചിമേഷ്യയിൽ ഉള്ളത്. അത് വലിയ ആശ്വാസം പകരുന്നതാണ്, പശ്ചിമേഷ്യയ്ക്ക് മാത്രമല്ല ലോകത്തിനാകെ. എന്നാൽ ഈ സമാധാനം എത്ര നാൾ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ട്രംപ് ഇപ്പോൾ പിൻവലിയുന്നതിന് പല വിധത്തിലുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. മിസൈൽ ശേഖരത്തിലുണ്ടായ വൻ കുറവ് മുതൽ ആഭ്യന്തര പ്രതിഷേധം വരെ നിരവധി കാരണങ്ങളാണ് പറയപ്പെടുന്നതെങ്കിലും കൂടുതൽ ശക്തമായ ആക്രമണത്തിനാണ് ട്രംപ് ഇടവേള എടുക്കുന്നത് എന്ന വിലയിരുത്തലുമുണ്ട്. അമേരിക്കയുടെ താൽക്കാലിക പിന്മാറ്റം കൂടുതൽ ശക്തിയോടെ ആക്രമണം നടത്താനാണെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്തായാലും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു നിർണായക വിസിറ്റ് നടത്തുകയാണ് അമേരിക്കയിലേക്ക്. അദ്ദേഹം അമേരിക്കയിലേക്ക് എത്തും. ട്രംപുമായി നാളെ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകും എന്നതാണ് അറിയുന്നത്. അപ്പോൾ ഇറാന് മേലുള്ള അമേരിക്കയുടെ നീക്കം എന്താണ് എന്നതിൻ്റെ ഒരു ധാരണ നാളെ ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടക്കുന്ന ആ ചർച്ചയിൽ ഉണ്ടാകും എന്നതാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നോക്കിയാൽ ഏതാണ്ട് 2 ആഴ്ചയോളമായി ഇറാന് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങളാണ് അമേരിക്ക നടത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ സംഘർഷത്തിന് താൽക്കാലികമായി അറുതി വന്നിരിക്കുന്നത്. US ആക്രമണം നിർത്തിയ സാഹചര്യത്തിൽ അവരുടെ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള പ്രതികാര നടപടി, അതായത് ഇറാൻ തങ്ങളെ ആക്രമിക്കുമ്പോൾ നടത്തുന്ന പ്രത്യാക്രമണം, അത് തൽക്കാലം നിർത്തിവെക്കുകയാണെന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട്. പലതവണ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ലംഘിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പുതിയ നീക്കങ്ങളും ജാഗ്രതയോടെയാണ് രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. കൂടുതൽ യുദ്ധവിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് അയച്ച് ഇറാനു നേരെ ട്രംപ് ശക്തമായ ആക്രമണത്തിന് തയ്യാറെടുപ്പുകൾ നടത്തി വന്നുകൊണ്ടിരിക്കവെയാണ് അപ്രതീക്ഷിതമായ വെടിനിർത്തൽ ഉണ്ടായത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. US സെൻട്രൽ കമാൻഡ് തലവൻ അഡ്മിറൽ ബ്രാഡ് കൂപ്പറിന്റെയും മറ്റ് മുതിർന്ന ഉപദേശകരുടെയും ശുപാർശയെ തുടർന്നാണ് ട്രംപിനിപ്പോൾ മനംമാറ്റം ഉണ്ടായതെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 ആഴ്ച നീണ്ടുനിന്ന ശക്തമായ ആക്രമണങ്ങളിലൂടെ ഇറാന്റെ ആക്രമണശേഷി ഗണ്യമായി തകർക്കാൻ സാധിച്ചുവെന്നും വ്യോമാക്രമണത്തിലൂടെ ലക്ഷ്യമിടാൻ സാധിക്കുന്ന സ്ഥലങ്ങളുടെ പരിധി കഴിഞ്ഞുവെന്നുമാണ് US സെൻട്രൽ കമാൻഡ് മേധാവി ട്രംപ് ഭരണകൂടത്തെ അറിയിച്ചിരിക്കുന്നത്. പുതിയ ആക്രമണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉന്നത ഉപദേഷ്ടാക്കളുമായും സൈനിക ഉദ്യോഗസ്ഥരുമായും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ആക്രമണം നിർത്തിവെക്കാൻ ട്രംപ് നിർദ്ദേശം നൽകിയതെന്നാണ് റിപ്പോർട്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് വലിയ സൈനിക നടപടികളിലേക്ക് തിരികെ പോകുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളിലായിരുന്നു ട്രംപെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പൊടുന്നനെയുള്ള പിന്മാറ്റം, ട്രംപിന്റെ പിന്മാറ്റം ഇസ്രയേലിനും വലിയ അമ്പരപ്പാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ട്രംപിന്റെ പുതിയ തീരുമാനം ആ നിലയിലാണ് ഇസ്രയേൽ നോക്കിക്കാണുന്നത്. സംയുക്ത സൈനിക നീക്കങ്ങൾക്ക് തയ്യാറെടുത്തിരിക്കുകയായിരുന്നു ഇസ്രയേൽ. അതിന്റെ ചില സൂചനകൾ ട്രംപ് നൽകിയിരുന്നു. എന്നാൽ നിലവിലെ തീരുമാനം ട്രംപിന് പുനഃപരിശോധിക്കേണ്ടി വരുമെന്നും കനത്ത ആക്രമണത്തിലേക്ക് അമേരിക്കയ്ക്ക് വീണ്ടും കടക്കേണ്ടി വരുമെന്നും ഇസ്രയേൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് വലിയ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിനാണ് ട്രംപ് ഈ ഇടവേള എടുത്തിരിക്കുന്നത് എന്നതാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ നൽകുന്ന സൂചന. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. വൈറ്റ് ഹൌസിൽ ട്രംപുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇസ്രായേൽ സമയം രാവിലെ 11 തിരിക്കേണ്ടുന്ന നെതന്യാഹു പക്ഷേ അല്പം വൈകിയാണ് പുറപ്പെട്ടത്. നെതന്യാഹുവിൻ്റെ വിമാനം പുറപ്പെടാൻ വൈകുന്നത് പല അഭ്യൂഹങ്ങൾക്കും വഴിവെച്ചിരുന്നു. അത് ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ച വേണ്ട എന്ന് വെക്കും എന്ന തരത്തിൽ, അതായത് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഘട്ടത്തിൽ ഈ യാത്ര വേണ്ട എന്ന് വെക്കുന്ന തരത്തിൽ ഒക്കെയാണ് ചർച്ചകൾ ഉയർന്നത്. എന്നാൽ അദ്ദേഹം പിന്നീട് പുറപ്പെടുകയും അദ്ദേഹം നാളെ ട്രംപുമായി ചർച്ച നടത്തുകയും ചെയ്യുമെന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. സുരക്ഷാ കാരണങ്ങളാലാണ് ആ സമയം വൈകൽ ഉണ്ടായത് എന്നതാണ് പിന്നീട് ഇസ്രയേൽ വിശദീകരിച്ചത്. ഇറാനെതിരായ സൈനിക നടപടി കൂടുതൽ വ്യാപിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുന്നതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെയാണ് നെതന്യാഹു അവിടെ എത്തുന്നത്. അത്തരമൊരു നീക്കമുണ്ടായാൽ ഇറാൻ നേരിട്ട് ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു സാഹചര്യം ഇസ്രയേൽ മുൻകൂട്ടി കാണുന്നുണ്ട്. ഇസ്രയേൽ സുരക്ഷാ വൃത്തങ്ങൾ അക്കാര്യങ്ങളിൽ ആശങ്കപ്പെടുന്നുമുണ്ട്. അത് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറാന്റെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും പുതിയ ആക്രമണങ്ങളുടെ ലക്ഷ്യമായേക്കാമെന്നതാണ് ഇസ്രയേലിന്റെ വിലയിരുത്തൽ. സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മന്ത്രിമാരുമായും മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥരുമായും സുരക്ഷാ യോഗം ചേരുകയും
സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നത് ആലോചിക്കുകയും ചെയ്തിരുന്നു. അതായത് ഇസ്രയേൽ വിലയിരുത്തുന്നത് ഇപ്പോഴത്തെ ഈ ശാന്തത നീണ്ടു നിൽക്കില്ല എന്നത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ശക്തമായ ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അങ്ങനെ ഒരു ആക്രമണം ഇറാനിലേക്കുണ്ടായാൽ ഇറാൻ അതിന് തിരിച്ചടിക്കും. അത് ഇസ്രയേലിലേക്ക് കൂടി ആ തിരിച്ചടി വ്യാപിക്കും എന്നതാണ് ഇസ്രയേൽ കണക്ക് കൂട്ടുന്നത്. അതനുസരിച്ചുകൊണ്ട് ഉള്ള ക്രമീകരണങ്ങൾ, സൈനിക നീക്കങ്ങളൊക്കെ ഇസ്രയേലും നടത്തുകയാണ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ തന്ത്രപരമായ ഒരു പുതിയ ഘട്ടത്തിന്റെ തുടക്കമാണ് ഇപ്പോഴത്തെ ശാന്തത എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. US മാധ്യമങ്ങളും സമാനമായ നിലയിൽ, ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് സമാനമായ നിലയിൽ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്രമണങ്ങളിൽ വരുത്തിയ ഈ ഇടവേള ഒരു താൽക്കാലിക സമാധാന ശ്രമം മാത്രം ആണ് എന്നതാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഒമാൻ വഴിയുള്ള ചർച്ചകളിലൂടെ ഇറാനെ സമവായത്തിലെത്തിക്കാനുള്ള നീക്കമാണ് US നടത്തുന്നതെന്നും CNN പറയുന്നു. എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന്റെ ഊർജ്ജ സാമ്പത്തിക കേന്ദ്രങ്ങളെ തകർക്കുന്ന അതിശക്തമായ ആക്രമണത്തിലേക്ക് ട്രംപ് തിരിച്ചെത്തുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാളത്തെ കൂടിക്കാഴ്ച നിർണായകമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന ബെഞ്ചമിൻ നെതന്യാഹു എന്ത് സംസാരിക്കുന്നു, ഇരുവരും തമ്മിലുള്ള ആശയവിനിമയം എന്താണ് എന്നത് ഈ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് നിർണായകമാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. പശ്ചിമേഷ്യൻ മേഖലയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രധാന ചർച്ചാ വിഷയമാകും ഇരുവരുടെയും കൂടിക്കാഴ്ചയിൽ എന്നതാണ് റിപ്പോർട്ട്. ഇറാൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന രീതിയിൽ നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ട്രംപിന്റെ ചില പരാമർശങ്ങളായിരുന്നു അത്തരം റിപ്പോർട്ടുകൾക്ക് ആധാരം. പിന്നീട് ട്രംപ് തന്നെ അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും കൂടുതൽ അടുക്കുന്നതിന്റെ സൂചനകൾ വരുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്നത് വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ്, ഇരുവരുടെയും ബോണ്ടിന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നാളത്തെ കൂടിക്കാഴ്ചയിൽ അതിന്റെ സൂചനകൾ നൽകുകയും ചെയ്യും ട്രംപ് എന്നാണ് മനസ്സിലാക്കുന്നത്. അന്തരിച്ച US സെനറ്റർ ലിൻസെ ഗ്രഹാമിന്റെ സംസ്കാര ചടങ്ങിലും മറ്റും പങ്കെടുക്കാനായാണ് എന്തായാലും നെതന്യാഹു എത്തുന്നത്. നാളെ നെതന്യാഹു ട്രംപുമായി നടത്തുന്ന കൂടിക്കാഴ്ച ആ നിലയിൽ വളരെ പ്രധാനപ്പെട്ടതാകും. പെന്റഗണിന്റെ കണക്കുകൾ സംബന്ധിച്ചുള്ള ചില നടുക്കുന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കുണ്ടായ നഷ്ടം സംബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ ശരിയല്ല. യഥാർത്ഥ കണക്കുകൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഇറാനുമായുള്ള സൈനിക ഏറ്റുമുട്ടലിൽ അമേരിക്കൻ സേന നേരിട്ട നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ പുറത്തുവരുന്നത്. മുൻപ് പരസ്യമാക്കിയതിനേക്കാൾ ഉയർന്ന കണക്കുകളാണ് US പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പുതുക്കിയ ഡിഫൻസ് കാഷ്വാലിറ്റി അനാലിസിസ് സിസ്റ്റം ഡേറ്റ പ്രകാരം ഈ യുദ്ധത്തിൽ ഇതുവരെ 624 US സൈനികർക്ക് പരിക്കേൽക്കുകയും 18 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ പെന്റഗണിന്റെ വെബ്സൈറ്റിൽ പരിക്കേറ്റവരുടെ എണ്ണം പെട്ടെന്ന് കുറയുകയും കൊല്ലപ്പെട്ട ചില സൈനികരുടെ പേരുകൾ ഒഴിവാക്കപ്പെടുകയും ചെയ്തത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. മാധ്യമങ്ങളുടെയും നിയമനിർമ്മാതാക്കളുടെയും ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് പെന്റഗൺ ഡേറ്റാബേസ് സമഗ്രമായി ഇപ്പോൾ പുതുക്കിയത്. ഈ പുതിയ ഡേറ്റാബേസ് വിഭജനം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. 1973 വാർ പവേഴ്സ് ആക്ട് അനുസരിച്ച് അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ പ്രസിഡന്റിന് 60 ദിവസത്തിൽ കൂടുതൽ സൈനിക നടപടി തുടരാനാകില്ല. താൽക്കാലിക വെടിനിർത്തൽ ചൂണ്ടിക്കാട്ടി ഇതിനെ 2 വെവ്വേറെ യുദ്ധങ്ങളായി ചിത്രീകരിക്കാനും അതുവഴി കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ സൈനിക നടപടി ദീർഘിപ്പിക്കാനുമാണ് പെന്റഗൺ ശ്രമിക്കുന്നതെന്നാണ് വിമർശകർ ആരോപിക്കുന്നത്. ഡേറ്റാബേസിലുണ്ടായ വ്യതിയാനങ്ങൾ സാങ്കേതിക തകരാറുകളുടെ ഫലമാണെന്നാണ് പെന്റഗണിന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ യുദ്ധത്തിന്റെ യഥാർത്ഥ വ്യാപ്തിയും സൈനികരുടെ ജീവഹാനിയും ജനങ്ങളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും മറച്ചുവെക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ഇത് എന്നാണ് കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബങ്ങളും പ്രതിപക്ഷ നേതാക്കളും ആരോപിക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിലും ഉപാധികൾ മുന്നോട്ട് വെക്കുകയാണ് ഇറാൻ. അമേരിക്കയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ലെബനനിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണം എന്ന ആവശ്യമാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. സംഘർഷത്തിൽ നിന്നുള്ള താൽക്കാലിക ഇടവേളയിൽ ഇറാൻ തങ്ങളുടെ ആവശ്യങ്ങൾ ശക്തമാക്കുന്നതിന്റെ സൂചനയാണ് ഖമനേയിയുടെ വാക്കുകൾ നൽകുന്നത്. ലബനനിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായും പിന്മാറാതെ ചർച്ചകൾ നടക്കില്ലെന്ന് കൂടിയാണ് മുജ്തബയുടെ പുതിയ സന്ദേശം. അമേരിക്കയുമായി കരാറിലെത്തുന്നുണ്ടെങ്കിൽ ഇതിനുശേഷം മാത്രമായിരിക്കുമെന്ന് കൂടിയാണ് പരമോന്നത നേതാവ് വ്യക്തമാക്കുന്നത്. അതേസമയം ഇറാനെ മറികടന്ന് ഹോർമുസ് കടക്കാൻ ശ്രമിച്ച 6 കപ്പലുകളിൽ ഒന്ന് മൈനിൽ തട്ടി അപകടത്തിൽപ്പെട്ടതായി ഇറാൻ
സ്ഥിരീകരിക്കുന്നു. ഹോർമുസ് കടക്കാൻ 6 കപ്പലുകൾ അമേരിക്കൻ സഹായത്തോടെ ശ്രമിച്ചെന്നും അതിലൊന്ന് കടലിലെ മൈനിൽ തട്ടി തകർന്നെന്നുമാണ് ഇറാൻ അവകാശപ്പെടുന്നത്. യുക്രൈന് തിരിച്ചടി നൽകും എന്നുകൂടി ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. ഇറാന്റെ കപ്പൽ ആക്രമിക്കപ്പെട്ടതിൽ യുക്രൈന് നേരെ തിരിച്ചടി ഉണ്ടാകും എന്നതാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ബ്രിട്ടന് പുറമെ യുക്രൈനെയും ഇറാൻ വെല്ലുവിളിച്ചത് സംഘർഷം പടരുമെന്ന ആശങ്ക നൽകുന്നതാണ്. അമേരിക്കയെ കൃത്യവും തീവ്രവുമായി തിരിച്ചടിക്കാൻ ഇറാനെ റഷ്യ സഹായിക്കുന്നു എന്ന് നേരത്തെ ആരോപണം ഉയർന്നിരിക്കുകയാണ്. ഇറാൻ കപ്പൽ യുക്രൈൻ ആക്രമിച്ച് നാവികർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഇത് ഇസ്രയേലിന് വേണ്ടിയാണെന്നും തിരിച്ചടിക്കുമെന്നുമാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഭീഷണി. അമേരിക്ക ഇറാൻ സംഘർഷം റഷ്യ യുക്രൈൻ പരിധിയിലേക്ക് കൂടി കടക്കുമോ എന്ന ആശങ്കയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ആയാൽ അത് വ്യാപക സംഘർഷമാകും എന്നതാണ് ആശങ്ക. എന്തായാലും ഇതൊക്കെയാണ് സാഹചര്യമെങ്കിലും നിലവിൽ വെടിനിർത്തൽ ഉണ്ടായതും സമാധാനത്തിലേക്ക് മേഖല നീങ്ങിയതും എണ്ണവിലയിൽ ആശ്വസിക്കാൻ വക നൽകുന്നുണ്ട്. ഈ എണ്ണവില 5% ഇടിഞ്ഞിട്ടുണ്ട്. നയതന്ത്ര നീക്കങ്ങളിലൂടെ സംഘർഷമായേമെന്നും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ക്രൂഡ് ഓയിൽ വിതരണം സാധാരണ നിലയിലാകുമെന്നുമുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ വില കുറയാൻ കാരണമായിട്ടുള്ളത്. ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് ബാരലിന് $5.58, അതായത് 5%-ലധികം, 5.77% കുറഞ്ഞ് $91.20 അത് വലിയ ആശ്വാസമായി മാറുന്നുണ്ട്. യുഎസും ഇറാനും തമ്മിലുള്ള സംഘർഷം തൽക്കാലത്തേക്ക് രൂക്ഷമാകില്ലെന്ന സൂചനകൾ വന്നതോടെ നിക്ഷേപകരുടെ ആശങ്കയും കുറഞ്ഞിട്ടുണ്ട്. ഇറാനുമായുള്ള ചർച്ചകൾക്ക് കുറച്ച് സമയം കൂടി നൽകുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ US അംബാസിഡർ മൈക്ക് വാൾസ് വ്യക്തമാക്കി. കഴിഞ്ഞ 2 ആഴ്ചകളിലായി വിപണിയിലുണ്ടായിരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ ഭയം ഒഴിവാക്കാൻ പുതിയ നയതന്ത്ര നീക്കങ്ങൾ കാരണമായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിലാണ് എണ്ണവില കുറഞ്ഞിരിക്കുന്നത്, വിപണിക്ക് അല്പം ഉണർവ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഹോർമുസ് അടച്ചിട്ടില്ല എന്നും തങ്ങൾ സുരക്ഷ നൽകുന്നുണ്ടെന്നും അമേരിക്ക അവകാശപ്പെടുമ്പോഴും 2 ആഴ്ച നീണ്ടുനിന്ന ശക്തമായ ബോംബാക്രമണങ്ങൾക്ക് ശേഷവും കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും സുരക്ഷിതമാക്കാൻ സാധിച്ചിട്ടില്ല. മൈനുകൾ കപ്പലുകളെ മറച്ചിട്ടു എന്ന് ഇറാൻ പറയുന്നത് ഇപ്പോൾ പോലും അവിടം കടക്കാൻ തങ്ങളുടെ അനുമതി വേണമെന്നതിൻ്റെ സൂചനയാണ്. അതിനാൽ വെറും വ്യോമാക്രമണം കൊണ്ട് മാത്രം ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന വിലയിരുത്തൽ അമേരിക്കയ്ക്ക് ഉണ്ട് എന്നതാണ് ഈ താൽക്കാലികമായി ആക്രമണം നിർത്തിയ സാഹചര്യം സൂചിപ്പിക്കുന്നത്. എന്തായാലും ആഗോള തലത്തിൽ എണ്ണവില കുതിച്ചുയരുന്നതും ലോകത്തിലെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് അടഞ്ഞുകിടക്കുന്നതുമൊക്കെ US സമ്പദ് വ്യവസ്ഥയെ ഉൾപ്പെടെ ബാധിക്കാതിരിക്കാൻ ട്രംപിന് മേൽ കടുത്ത ആഭ്യന്തര ഒപ്പം തന്നെ അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ട്. ഇതും ഇപ്പോൾ താൽക്കാലികമായെങ്കിലും ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അല്പം ഇടവേള എടുത്ത് വീണ്ടും ആക്രമണം ശക്തമാക്കുന്ന പതിവ് തന്ത്രത്തിനാണോ ട്രംപ് ലക്ഷ്യമിടുന്നത് എന്ന ആശങ്ക കൂടി ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.